ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. യെസ് അമ്മച്ചി, ഹാപ്പി ക്രിസ്മസ്. യെസ്, സുഖായിട്ടിരിക്കണ്ടോ? ക്രിസ്മസ് ഒക്കെ ഇങ്ങ് എത്തി അല്ലേ? യെസ്, ആ ഇവരാണ് നിങ്ങളുടെ ക്രിസ്മസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ് അപ്പച്ചൻ സുഖായിട്ടിരിക്കുന്നോ? ഹാപ്പി വെൽക്കം യെസ്, താങ്ക് യു. ആൻഡ് ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. നമുക്കൊന്ന് ഇരുന്ന് നിങ്ങൾ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ മാത്യു ചേട്ടനും ലിലിമ ചേച്ചിയുടെ തറവാട്ട് വീട്ടിലാണ് നമ്മളിപ്പോ ഇരിക്കുന്നത്. അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഉണ്ട്. ഇത് മാത്യു ചേട്ടന്റെ അപ്പച്ചനും അമ്മച്ചിയാണ്. ലിലിമ ചേച്ചിയുടെ അവരെ കൂടെ ഇന്ന് കാണാൻ പള്ളി പെരുന്നാളാണ്. പെരുന്നാൾ, അതുകൊണ്ട് വരാൻ രാവിലെ പ്രോഗ്രാം ഞങ്ങൾ വിളിച്ചതാ, പക്ഷെ ഇന്ന് രാവിലെ അവർക്ക് പോരാൻ പറ്റാത്ത പരിപാടി ആണല്ലേ. സാരല്ല, നമുക്ക് അടുത്തൊരു സെലിബ്രേഷൻ വരുമ്പോ ലില്ലമ്മ ചേച്ചിയുടെ തറവാട്ടിൽ പോയിട്ട് നമുക്ക് അവിടെ പോയിട്ട് അടുത്തത് അവിടെ സെലിബ്രേറ്റ് ചെയ്യാം. അപ്പച്ചനോട് അമ്മച്ചോടും ചോദിക്കട്ടെ, ഇത് കുസൃതിയായ പയ്യനായിരുന്നോ ചെറുപ്പത്തില്? ആയിരുന്നോ അമ്മച്ചി? അതും പറഞ്ഞു കുസൃതികത്തരം ഉണ്ടായിരുന്നു. എനിക്കും ഉണ്ടായിരുന്നു, മക്കൾക്കും ഉണ്ടായിരുന്നു, അമ്മയ്ക്കും ഉണ്ടായിരുന്നു. അത് പ്രായത്തിനനുസരിച്ച കുസൃതികളൊക്കെ ഉണ്ട്. അവരാരും ആ കാര്യത്തിൽ മോശമല്ല. പിന്നെ അല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കുസൃതി എന്റെ നേരെകളാണ്. ആണോ? ബാക്കി മക്കള് കേക്കണ്ട. എല്ലാവരും സ്നേഹം. എന്നാലും അമ്മച്ചി ഏറ്റവും കൂടുതൽ ചേട്ടന്റെ അടുത്ത് പറഞ്ഞ്, അല്ലെങ്കിൽ അപ്പച്ചനാണെങ്കിലും, നിനക്ക് ഈ ഒരു സ്വഭാവം ഒന്ന് മാറ്റിക്കൂടെ എന്റെ പൊന്നു മാത്യു, നീ ഒന്നും കുറച്ചും കൂടെ നന്നാവുക, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം? പഠിക്കുന്ന കാര്യത്തില് പഠിക്കുന്ന കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. പഠനത്തില് ഏറ്റവും കുഴപ്പം ഞാനായിരുന്നു. പിന്നെ ചാച്ചന് അത് മുഴുവൻ പറയാൻ പറ്റാതെ, ഞങ്ങളെ 4 മക്കളിൽ ഒട്ടും പഠിക്കാത്ത ഞാനായിരുന്നു. ആണോ? പിന്നെ എന്റെ അനിയനൊക്കെ എന്റെ ഭാഗ്യമാണ്. ചോദിച്ചാൽ നല്ലതായിട്ട് പഠിച്ചു പോയി നല്ലൊരു എല്ലാരും ഇവർ അനിയന്മാരെ പോലെ വലിയൊരു ഉദ്യോഗസ്ഥനായിരുന്നു. എന്നെ അതാണ് എല്ലാം എല്ലാത്തിനും. അത് വെറും ഭാവനകളാ. ഓരോരുത്തർക്കും ഇങ്ങനെ ഭാവിക്കാം. ഇവള് പഠിക്കാൻ മിടുക്കിയായിരുന്നു, പിന്നെ അമ്മച്ചി മരിച്ചു പോയത് കാരണം പഠനം നിർത്തേണ്ടി വന്നു. അപ്പൊ അവൾക്ക് ചിന്തിക്കാം, എനിക്ക് ഇതിനേക്കാളും നല്ലൊരു ചെറുക്കനെ കിട്ടിയെന്ന്. എനിക്ക് തിരിച്ച് അപ്പൊ അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ട് മാത്യു ചേട്ടൻ ജനിച്ചു വളർന്ന തറവാട് വീടാണിത്. പക്ഷെ ഇന്നിപ്പോ നമ്മൾ കാണുമ്പോ ഇത് മൊത്തം റീകൺസ്ട്രക്ട് ചെയ്ത് 2-3 പ്രാവശ്യത്തെ എക്സ്റ്റൻഷൻ റീകൺസ്ട്രക്ഷൻ ഒക്കെ. ഓക്കെ. അപ്പൊ ശരിക്കും നിങ്ങളുടെ ക്രിസ്മസ് അപ്പൊ പൊതുവെ എപ്പോഴും എങ്ങനെയാ ചേച്ചി, നിങ്ങൾ ആഘോഷം എന്ത് സെലിബ്രേഷൻ വന്നാലും ഇവിടെയാണോ? അവിടെ വീട് വെച്ച് ഇവര് വേറെ മാറി താമസിച്ചില്ല. അതിനുശേഷം എല്ലാം മിക്കവാറും ഒന്നിടവിട്ട. ഇപ്പൊ ക്രിസ്മസ് ഇവിടെയാണ് ഞങ്ങൾ എല്ലാരും കൂടെ, അന്നേരം ഈസ്റ്റർ ഞങ്ങൾ അവിടെ ആയിരിക്കും. പെസഹ അതുപോലെ തന്നെ. പെസഹ 2 വീട്ടിലും. പെസഹ പ്രധാനം എവിടെയാണ്, അത് കഴിഞ്ഞ് അവിടെ ഇങ്ങോട്ട് പോകുന്നു മാത്രം. അപ്പൊ അത് 2 അതിനകത്തൊരു വ്യത്യാസമില്ല. ഓക്കെ, അങ്ങനെയാണ് മാത്യു ചേട്ടാ. ഈ വീട്ടില് മാത്യു ചേട്ടൻ ആഘോഷിച്ച ഏറ്റവും ഇന്നും മെമ്മറിയിൽ നിൽക്കുന്ന ഒരു ക്രിസ്മസ് ദിനം അത് ഏതായിരിക്കും, എന്നായിരിക്കും? എനിക്ക് തോന്നുന്നു ഞങ്ങൾ കുട്ടികളായിരുന്ന സമയത്തില്ലേ, അന്നത്തെ ക്രിസ്മസ് ഒക്കെ എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോ നമുക്ക് ദൈവാനുഗ്രഹിച്ച് സാമ്പത്തികമായിട്ട് അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് ക്രിസ്മസ്, ഈസ്റ്റർ, ഞങ്ങളുടെ പള്ളി തിരുനെല്ലൂർ പള്ളി പെരുന്നാൾ, പിന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ പള്ളി എന്ന് പറഞ്ഞാൽ പള്ളിപ്പുറം പള്ളിയാണ്. ഈ 4 ദിവസങ്ങളിലാണ് ഞങ്ങളുടെ വീട്ടിൽ ഇറച്ചി മേടിക്കുന്നത്. ഇന്ന് എല്ലായിടത്തും അങ്ങനെയായിരിക്കും. ഇന്നത്തെ കുട്ടികൾക്ക് അത് ആലോചിക്കാൻ പോലും പറ്റിയല്ല. അപ്പൊ ഈ ക്രിസ്മസും ഈസ്റ്റർ, തിരുനെല്ലിപ്പള്ളി പെരുന്നാൾ, പള്ളിപ്പുറത്തുപള്ളി പെരുന്നാൾ, ഈ 4 ദിവസം ഞങ്ങൾ ഈ അടുക്കളയുടെ ചുറ്റും ഇങ്ങനെ 4 പേര് ഇങ്ങനെ കറങ്ങി നടക്കും. അമ്മച്ചി നല്ല ഇറച്ചിയൊക്കെ വെച്ച്. ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും കോഴി കുഞ്ഞുങ്ങളും കോഴിക്കുണ്ട്. അപ്പം കോഴിയൊക്കെ പൂവനെയൊന്നും കുടിക്കാലോ, അതിനൊക്കെ തിന്നു ഇടക്കിടക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഉണ്ടാക്കി സഹായിക്കുന്നൊക്കെ ചോദിച്ചാനായിരുന്നു. അമ്മച്ചി അങ്ങനല്ലേ? ഒരുപോലെ. അതെ. അപ്പൊ അതാണ് ഇപ്പോഴും ചേട്ടന്റെ മനസ്സിൽ ഓർമ്മയിലുള്ള ഒരു ക്രിസ്മസ്. ഓക്കെ, ചേച്ചി ലൈഫിൽ വന്നതിന് ശേഷം ഈ വീട്ടില് ചേച്ചിക്ക് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ക്രിസ്മസ് ദിനം എന്തായിരിക്കും? ഇവര് എല്ലാ അനിയന്മാരെല്ലാരും കൂടെ വന്നു കഴിയുമ്പോൾ ഒരു രസം ഉണ്ടല്ലോ, അത് ഒരിക്കലും മറക്കാൻ പറ്റിയല്ല. ഭയങ്കര രസമാണ്. പിന്നെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും, ഭക്ഷണം കഴിക്കുന്നതിനെക്കാട്ടി പ്രധാനം അന്നേരം ഈ നാട്ടിലുള്ള എല്ലാ തമാശകളും പറയണത്. അത് നമുക്ക് വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല, അത്ര രസമാണ്. അപ്പൊ അതും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റിയല്ല. നമ്മുടെ വീട്ടിലേക്ക് വന്ന ക്രിസ്മസ് എന്നല്ല, എല്ലാ ദിവസവും ഉത്സവമാണ്. അപ്പൊ ഈ പ്രാവശ്യത്തെ ക്രിസ്മസിനും രണ്ടുപേരും വരാൻ ഒക്കുന്നില്ല. ഓക്കെ. ഇപ്പൊ മാത്യു ചേട്ടന്റെ ആണെങ്കിലും ബിസിനസ് ഒക്കെ ആദ്യം തുടങ്ങിയ സമയത്ത് കുറച്ച് ഒന്ന് ഇത് കയറി വരാനൊക്കെ ആയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടും കാര്യങ്ങൾ അതൊക്കെ ഇവരന്ന് ഞങ്ങളുടെ അടുത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അന്ന് അപ്പച്ചനും അമ്മച്ചിയും എങ്ങനെയാണ് അതിന്റെ കൂടെ നിന്നതോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തതോ? അതെ,
ആ കാര്യത്തെക്കുറിച്ച് പറയണത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തീരുകയില്ല. എന്നാലും പറയണേ അവനെ ബിസിനസ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ പഠനത്തിനൊരു സ്തംഭനം സംഭവിച്ചു, പിന്നെ വളരെ വിഷമിച്ച് പഠിച്ചു. അപ്പോൾ ഒരു ജോലി വേണമെന്നായി. ആ ജോലിക്ക് വേണ്ടിയാണ് പിന്നെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ കയറിയത്. അപ്പോൾ ആ ജോലി ആദ്യത്തെ ചിന്ത ജോലി എന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് സ്വന്തമായി ബിസിനസ് നടത്തണമെന്നുള്ളൊരു ചിന്ത മനസ്സിലോട്ട് കയറി. അപ്പോൾ അന്നത്തെ കാലത്ത് സാമ്പത്തികമായിട്ട് പിന്തുണ കൊടുക്കാൻ എനിക്ക് സാധ്യമല്ല. പിന്നെ ചെയ്തത് എപ്പോഴോ ലോൺ എടുക്കേണ്ടി വന്നപ്പോഴത്തേക്ക് സ്ഥലമൊക്കെ പിന്നെ ബാധ്യതപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്ത് സാമ്പത്തിക പിന്തുണ കൊടുക്കാനായിട്ട് എനിക്കന്ന് അന്നത്തെ കുടുംബ സാഹചര്യത്തിൽ സാധ്യമല്ല. ഇവർ പിള്ളേരെല്ലാം പഠിക്കുന്നു, ഒരാൾ തിരുവനന്തപുരം, ഒരാൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പഠിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തിക പിന്തുണ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ആ കാര്യത്തിൽ അവൻ അതിനൊരു പരിഭവം പറഞ്ഞിട്ടുമില്ല. അതൊക്കെ മറ്റു മാർഗങ്ങളിലൂടെ കണ്ടെത്താനായിട്ട് അവൻ ശ്രമിച്ചു. അപ്പോൾ അവൻ്റെ എയിം എന്നതാണ്, അവൻ്റെ ആകെ മൊത്തമുള്ള ചിന്ത എനിക്ക് ബിസിനസ്സുകാരനാകണമെന്നുള്ളതായിരുന്നു. അപ്പോൾ അത് കാരണം അതിന് വേണ്ടി വന്ന എല്ലാ കഷ്ടപ്പാടും അവൻ സ്വയമാണ് സഹിച്ചത്. അതിന് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബ അംഗം എന്നുള്ള നിലയിലുള്ള എല്ലാ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അമ്മച്ചിക്കാണേലും ഇപ്പം മൂത്ത മകനാണ്. അപ്പൊ അവൻ പഠിത്തത്തിൽ ഇങ്ങനെയായി, അത് കഴിഞ്ഞിട്ട് ബിസിനസ് ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് ജോലി വിട്ട് ബിസിനസ്സിലേക്ക് പോകുന്ന പറയുമ്പം ഒരു അമ്മ എന്നുള്ള രീതിയിൽ അമ്മച്ചിക്ക് അത് പെട്ടെന്ന് അത് ഓക്കെ ആയിരുന്നു? അതോ മോനെ നീ അത് ചെയ്യണോ, അത് നിനക്കൊരു ജോലിയില്ലേ, നീ അങ്ങനെ പോയാ പോരെ, അങ്ങനെ അമ്മച്ചി അന്ന് പറഞ്ഞിരുന്നോ? ഇവന്റെ ഇളയത് രണ്ടു കൂടെ ഉണ്ട്. കിഴക്കൊണ്ട് സൈനിക സ്കൂളിലും ഒരാൾ പോളിട്ടൊക്കെ മുല്ലപ്രകാരം വരും. പിന്നെ അതിനൊരു പെങ്കൊച്ചാണ് ഇവിടെ കോളേജിൽ. ഇങ്ങനെയൊക്കെ ആയപ്പോഴത്തേനും സാമ്പത്തികമായിട്ട് നമുക്ക് ഇന്നതിനെ കൊണ്ട് ആക്കണമല്ല പഠിപ്പിക്കാൻ നമുക്ക് പറയാൻ ധൈര്യമില്ല, കുടുംബത്തിൽ സാഹചര്യമില്ല. പിന്നെ ഇളയ പിള്ളേർ എല്ലാവരും ഇതിനോട് കൂടുന്നവരാണ്. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും നിങ്ങൾ വണ്ടിയിൽ പോകും വരും, വീട്ടിലെ കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ. അപ്പം എല്ലാ തരത്തിലും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങളുടെ കഴിവ് പോലെയൊക്കെ ഞങ്ങൾ മനസ്സിൽ. പിന്നെ അമ്മച്ചി ഉപദേശം കൊടുക്കുമായിരുന്നു, മോനെ കണ്ണെത്താവുന്നതേ ചെയ്യാവുള്ളൂ, നീ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതൊക്കെ പറയായിരുന്നു, നീ എല്ലായിടത്തും ഇങ്ങനെ ചെയ്ത് നടന്നാല് ഇതൊക്കെ കൂട്ടം കൂടെ പറയാം മോളെ. ഇവൻ ഈ മീനിന്റെ ബിസിനസ്സിന് പോയപ്പോ ഞാൻ പറഞ്ഞു, മോനെ പെട്ടെന്ന് ചെയ്തു പോണ സാധനമാണ്, എനിക്കാണ് ഇപ്പൊ നഷ്ടം വരും മകന്, അതുകൊണ്ട് അതൊക്കെ ചിന്തിച്ച് വേണം കേട്ടാ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ. ഞങ്ങളുടെ ഈ പഠിച്ചപ്പോൾ ഇത് കായാണ്. അപ്പം ഞങ്ങൾക്ക് കൂട്ടാനുള്ള മീനും കരിമീനും ചെമ്മീനും ഒക്കെ ഇഷ്ടംപോലെ ഞങ്ങൾക്ക് കിട്ടും. അപ്പൊ ആടുള്ളപ്പം കാശ് വാങ്ങിയിട്ട് വലയല്ല പടല് വലിച്ച് ഇതൊക്കെ കിട്ടും. കുറച്ചൊക്കെ മേടിച്ചാൽ മതി. അങ്ങനെയൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അപ്പൊ വിചാരിച്ചില്ല അന്ന് മകൻ ഇത്രയ്ക്കും ഇങ്ങനെ വലിയൊരു സംരംഭം തുടങ്ങുമെന്നോ? ഒരിക്കലും വിചാരിച്ചില്ല. ഇവിടെ കച്ചവടത്തെ പറ്റി നമുക്ക് അത്ര അറിയാൻ പറ്റില്ല, ചിന്തയില്ല, ഇങ്ങനത്തെ കച്ചവടമാണെന്നൊന്നും. അപ്പൊ ഇവൻ പുറത്തോട്ട് പോകണമെന്നാൽ പിന്നെ വരുവോളം ഊരില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നല്ലേ. ഇപ്പൊ അവൻ എപ്പോഴും പോകും, എല്ലാരും പോക്കാം. കാലം മാറിയല്ലോ. അതെ. ഇനി ഞങ്ങൾക്ക് കാണാനുള്ളത് അന്ന് മാത്യു ചേട്ടൻ നമ്മുടെ ചേച്ചി ഇപ്പം മൂന്നാർ കൊണ്ടുപോകും, എന്നെ അവിടെ കൊണ്ടുപോകും എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ മാത്യു ചേട്ടൻ ഒറ്റയ്ക്ക് ഒരു ട്രിപ്പ് പോയി കുറെ ചേച്ചി ഇപ്പൊ എനിക്കുള്ള ഗിഫ്റ്റുകളൊക്കെ പെട്ടിക്കകത്തുണ്ടെന്ന് വിചാരിച്ച് തുറന്നു നോക്കിയപ്പോൾ മുഴുവൻ മീൻ മണമുള്ള തുണികളൊക്കെ ആയിരുന്നു. അതൊക്കെ അനുഭവിച്ചതും ആ റൂം ഇവിടെ എവിടെയാ നിങ്ങൾ ചേച്ചി വന്ന് കേറിയത്? നിങ്ങളുടെ റൂമൊക്കെ ഏതാണ്? ഈ വീടിനകം അങ്ങനെയല്ല, ആ റൂം ഈ റൂമാണത്. പക്ഷെ അന്നത്തേനിൽ നിന്നൊരു ആകൃതി വ്യത്യാസം വരുത്തി. ഇല്ലമ്മ ചേച്ചിയുടെ അടുത്ത് ഒരു കാര്യം കൂടെ ചോദിക്കാണ്ട്, എല്ലാവരുടെ അടുത്ത് ഓരോന്നും ചോദിച്ചില്ലേ ചേച്ചി? എന്താ പറയാ, മാത്യു ചേട്ടൻ അങ്ങനെ ഒരാളുടെ മനസ്സിലൊക്കെ ഇഷ്ടപ്പെട്ട് ഇവിടെ വന്ന് കേറി, ഇഷ്ടത്തോടെ വന്ന് കേറിയ കുടുംബമാണ് അല്ലെ? കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് വ്യക്തികൾ മാത്രമല്ല, രണ്ട് കുടുംബങ്ങളുടെയും കൂടെ യോജിക്കുന്ന ഒന്നാണ്. അപ്പോൾ വേറൊരു അച്ഛനും അമ്മയും കൂടെ ലൈഫിലേക്ക് കിട്ടി. ഇത്രയും പാവമായിട്ടുള്ളൊരു അപ്പച്ചനും അമ്മച്ചിയും. പക്ഷെ ചേച്ചി അന്ന് ആദ്യത്തെ മരുമോളല്ലേ, അന്ന് എങ്ങനെയായിരുന്നു ഇവർ ചേച്ചിയെ റിസീവ് ചെയ്തതും ചേച്ചിക്ക് ഇവരോടുള്ള ഒരു അടുപ്പമൊക്കെ എങ്ങനെയാ കൂടുതലായിട്ട് ഉണ്ടായതും ഒക്കെ? അത് പിന്നെ ചാച്ചനെ ഞാൻ കല്യാണത്തിന് മുമ്പ് ഒന്ന് കണ്ടിട്ടുണ്ട്. കല്യാണത്തിന് മുമ്പ് ഒന്ന് കണ്ടിട്ട് അത് ഞാൻ സ്റ്റേറ്റ് ബാങ്കിൽ ഒരു കാര്യത്തിന് ചെന്നപ്പോഴത്തേക്ക് ചാച്ചനും സെയിൽ ടാക്സ് കൺസൾട്ടന്റ് ആണ്. ചാച്ചനും സ്റ്റേറ്റ് ബാങ്കിൽ എന്തോ കാര്യത്തിന് വന്നപ്പോൾ ചാച്ചൻ ഇങ്ങനെ ഇറങ്ങി വരുന്നു, ഞാൻ അങ്ങോട്ട് കയറുന്നു. അപ്പൊ എന്നെ കണ്ടപ്പോൾ അപ്പൊ അന്നേരം അത് കഴിഞ്ഞപ്പം ചാച്ചൻ എന്നെ കണ്ട് ഭർത്തമോൾ എവിടത്തെയാന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ ഇന്ന വീട്ടിലെന്നൊക്കെ പറഞ്ഞു. എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ ഈ ഹിന്ദി ബി.എഡ് കഴിഞ്ഞ് നിൽക്കുക അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചാച്ചൻ ഇന്ന് വീട്ടിൽ വന്ന് പറഞ്ഞത്, കല്യാണം കഴിഞ്ഞപ്പോൾ ചോദിച്ചാൽ പറഞ്ഞു, അന്ന് ചാച്ചൻ വന്ന് പറഞ്ഞത് ഞാൻ ഇന്നൊരു സുന്ദരിയെ കണ്ടു എന്നാ പറഞ്ഞത്, ഒരു സുന്ദരി പെണ്ണാണ്. പക്ഷെ ചാച്ചൻ അങ്ങനെയല്ല. ചാച്ചൻ എനിക്ക് ഞാൻ ഇവിടെ ചോദിച്ചാൽ ഒരിക്കലും വീട്ടിൽ കാണത്തില്ല.
അപ്പോൾ എവിടെ പോകാനാണ് ചാച്ചനാണ് എനിക്ക് കൂട്ട്. ഞങ്ങൾ എല്ലായിടത്തും പോകുന്നതും കല്യാണങ്ങൾക്കാണെങ്കിലും ഇപ്പോൾ ഒരു മരണാവസ്ഥനാണെങ്കിലും എല്ലായിടത്തും പോകണം ചാച്ചൻ. അപ്പൊ ചാച്ചന്റെ കൈ പിടിച്ചാണ് ഞാൻ നടക്കണത്. ഇങ്ങനെ കൈ പിടിച്ച് പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബലമാണ്. അപ്പൊ അങ്ങനെ അപ്പൊ ആളുകൾ ചോദിക്കും ആരാ താങ്ങി കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് അറിയാം ചാച്ചൻ എന്നെയാ താങ്ങുന്നത്. ഞാൻ ചാച്ചനെ പിടിക്കേണ്ട ആവശ്യമില്ല, ചാച്ചൻ നല്ല സ്ട്രോങ് ആണ്. പക്ഷെ എന്നെ ചാച്ചൻ പിടിച്ചുകൊണ്ടിരിക്കാന്ന് എനിക്ക് മനസ്സുകൊണ്ട് അറിയാം. പിന്നെ അത് തന്നെയല്ലേ മോളെ, നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഒരു പിന്തുണയില്ലാത്ത ഒരു സാഹചര്യത്തിലാണല്ലോ നമ്മള് ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞു. അപ്പം ചാച്ചൻ ചെയ്തൊരു വലിയ കാര്യം എന്റെ ജീവിതത്തിലുണ്ട്, അത് എനിക്ക് മറക്കാൻ പറ്റാത്തതാണ്. എന്ന് വെച്ചാല് ഇവര് പെണ്ണ് കാണാൻ വന്നപ്പോൾ തന്നെ സ്ത്രീധനം ഒന്നും വേണം. അന്ന് സ്ത്രീധനം എന്ന വാക്കൊക്കെ പറയാൻ എന്ന് പറയാൻ പറ്റത്തില്ല. സ്ത്രീധനം ഒന്നും വേണ്ട, ഞങ്ങൾക്ക് പെൺകുട്ടിയെ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പം എന്നാലും നമ്മള് വീട്ടില് ചാച്ചന്റെ രാജകുമാരിയാണല്ലോ ഞാൻ. അപ്പൊ എന്നെ രാജകുമാരിനെ പോലെ സ്വർണ്ണമൊക്കെ ഇടിച്ച് അക്കൗണ്ടിൽ പൈസയും ഇട്ടാണ് ചാച്ചൻ ഇങ്ങോട്ട് വിട്ടത്. അപ്പൊ വന്നു കഴിഞ്ഞ് ചാച്ചന്റെ തീരുമാനം ഇതായിരുന്നു, ആ പൈസയും സ്വർണ്ണം തൊടാൻ പറ്റിയല്ല. ആ പൈസ അവളുടെ പേരിൽ തന്നെ ഒരു സ്ഥലം വാങ്ങിച്ചിടണം, അവൾക്ക് ബിസിനസ് ചെയ്യാനായിട്ട്. എന്തിനാണെങ്കിലും അത് അവൾക്കൊരു അസറ്റായിട്ട് അവളുടെ സ്വത്തായിട്ട് അവിടെ ഇരിക്കണം. ആ 1994 തന്നെ ഞാൻ ലാൻഡ് ടാക്സ് അടയ്ക്കുന്ന ആളായി. ചാച്ചൻ എനിക്ക് എന്റെ പേരിൽ 40% സ്ഥലം വാങ്ങിച്ചിട്ട്. അപ്പൊ നമുക്ക് ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞാലും ചാച്ചൻ അതൊരു ബലമായി നമുക്ക്. എനിക്ക് നല്ല ബലമായി, ഞാൻ വലിയ ആളായി. അപ്പൊ കല്യാണത്തോട് ദരിദ്രയായി പോകുന്നവരുണ്ട്, ഞാൻ സമ്പന്നയായ ആളാണ്. അപ്പൊ ഫെഡറൽ ബാങ്കിൽ ചെന്ന് പറയാം നമുക്ക് ലീലമ്മ മറ്റിന്റെ പേരിൽ സ്ഥലം ലോൺ തരുമെന്ന് പറയാൻ നമുക്ക് അന്തസ്സായിട്ട് നിന്ന് പറയാനുള്ള സാഹചര്യം ഉണ്ട്. അല്ലേലും അത് ചെയ്തില്ലേ പോലും ചേച്ചി അത്രയും സപ്പോർട്ടീവ് ആയിട്ട് ഒരു അച്ഛനും അമ്മയും കിട്ടുമെന്ന് പറയണത് നമുക്ക് ഭയങ്കര പ്രത്യേകിച്ച് ചാച്ചൻ എന്ന് പറഞ്ഞാൽ ചാച്ചന് കുറെ പുസ്തകങ്ങൾ വായിച്ചൊക്കെ നല്ല അറിവാണ്. ഇന്നലെ വന്നപ്പോഴും ചാച്ചൻ പൗലോ കൊയ്ലോയുടെ പുസ്തകം വീട്ടിൽ നിർത്തുന്നു പോകുന്നു. അപ്പൊ വായിച്ചു കഴിഞ്ഞാൽ ചാച്ചൻ എന്നോട് പറയും, ഇത് ഞാൻ വായിച്ചിട്ട് ഇവിടെ തിരിച്ചു തരും. വേറൊന്നും ചാച്ചൻ തിരിച്ചു തരണമെന്ന് ആഗ്രഹമില്ല, ചാച്ചൻ പുസ്തകത്തിന് അത്ര വില കൊടുക്കണ്ടേ ചാച്ചൻ. അതാണ്. അപ്പൊ ചാച്ചൻ ഏത് പുസ്തകം കണ്ടാലും ആ പേജുകൾ മുഴുവൻ വായിച്ചിരുന്നു, വായിച്ച് ഇങ്ങനെ ഇരുന്നു. അപ്പൊ ചാച്ചന്റെ ആ വായനയുടെ എല്ലാത്തിന്റെ അറിവായിരിക്കും അന്ന് 31 വർഷം മുമ്പ് ചാച്ചനെടുത്ത ആ തീരുമാനങ്ങൾ. അന്ന് ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിച്ച ആളുകൾ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുവന്നാൽ പന്തലുകാർക്ക് കൊടുക്കും, കാറ്ററിംഗുകാർക്ക് കൊടുക്കും. പൈസ തീർന്ന് 5 ദിവസം കൊണ്ട് ആ പെണ്ണ് ദരിദ്രയായി. മനസ്സിലായി? അപ്പൊ അങ്ങനെയല്ല, എന്നെ സമ്പന്നയാക്കോ ചെയ്ത് ഇവിടെ വന്നപ്പോഴത്തേക്ക്. കല്യാണ ചെലവുകളൊക്കെ പിള്ളേർ ഇവന്റെ കാശും അനിയന്മാരുടെ കാശും ഉപയോഗിച്ചാണ് കല്യാണ ചെലവ് നടത്തി. അന്ന് വരുമാനം, എനിക്ക് വരുമാനം ഉണ്ടെങ്കിലും വീട്ടുകാര്യങ്ങൾ നടത്തണം. പിന്നെ വരുമാനം ഇവൻ്റെതും രണ്ടാമത്തെ അനിയനെ ജോലി ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് കല്യാണ ചെലവ് നടത്തിയത്. അത് ഇവളുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റുള്ളവരുടെ മറ്റിളയ 2 ആൺപിള്ളേരുടെ ഭാര്യമാര് വന്നപ്പോഴും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അത് ഒന്നും തൊട്ടിട്ടില്ല. അതൊക്കെ അവരുടെ ആവശ്യങ്ങൾ. നമുക്കിപ്പോ ഞാൻ വീട്ടിലിരിക്കുമ്പോ മാറ്റിയില്ലാത്തപ്പോ ഞാൻ പറയും, ചാച്ച നമുക്ക് ഇന്നടത്ത് പോകണം, എനിക്കൊന്ന് കൂട്ടുവരുവാ. ചാച്ചൻ ആ സെക്കൻഡ് റെഡിയാണ്. ഞാനിവിടെ ഇല്ലാത്തപ്പോഴേ നമ്മുടെ ബന്ധുക്കളുടെ പരിപാടികൾ, കല്യാണം, പരവാസ്തുലി, അല്ലെ വല്ലയിടത്തും മരണം, അതെല്ലാം ഇവര് അപ്പനും മോളും കൂടി പൊക്കോളും. അപ്പൊ എല്ലാവരും ചെല്ലുമ്പോ ചാച്ചൻ ഞാനില്ലെങ്കിൽ ചോദിക്കും, ഇന്ന് മോള് വന്നില്ലെന്ന് ചോദിക്കും. അത് അങ്ങനെയായി. അങ്ങനെ അപ്പൊ എപ്പോഴും ചാച്ചൻ എനിക്ക് വേണ്ടി റെഡിയാണ്. അപ്പം അഥവാ വിളിച്ചില്ലെന്ന് ചോദിച്ചു, നീ പോകാൻ തന്നെ എന്നെന്താ വിളിക്കാൻ, ഞാൻ കൂട്ടുവരില്ലായിരുന്നു എന്ന് ചോദിക്കും. അപ്പൊ അത്രയ്ക്ക് എന്റെ താങ്ങും തള്ളലാണ് ചാച്ചനും അമ്മച്ചിന്ന് പറയുന്നത്. അപ്പൊ അമ്മച്ചി പറഞ്ഞു വിടും, ചാച്ചനെ ചെല്ല്, അവള് വിളിക്ക്, മാറ്റി ജോലിച്ചോടെ ഇല്ലല്ലോ ഒന്ന് വിളിക്ക്, തിരക്ക് എന്നൊക്കെ അമ്മച്ചിയും പറയും. അതാണ് എല്ലാരും ജോലിച്ചുണ്ടെങ്കിൽ ജോലിച്ചിനും മതി. ഇവരെല്ലാരും കൂടെ വന്ന് ഞങ്ങൾ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കണം. ഞങ്ങൾ എല്ലാവരും ഈ കിടക്കണ മേശ ഇപ്പോഴും കിടപ്പുണ്ട്, ആ മേശയും കസേരത്താലും ഇപ്പോഴും ഉപയോഗിക്കണേ. അതിന്റെ ചുറ്റും ഇരുന്ന് കഴിക്കും. എല്ലാവരും പാത്രത്തിലൊക്കെ കൊണ്ടുവന്ന് വെക്കും. അത് അമ്മച്ചി നല്ല അടയൊക്കെ പൊഴിഞ്ഞു വെക്കുവേ. അട പൊഴുകിയത് ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാരും വന്നത് കുറെ അട പൊഴുങ്ങും. നമ്മൾ തിന്നാലും സ്ഥലത്ത് അപ്പൊ വർത്താനം പറഞ്ഞപ്പോ അട പാത്രം കാലിയാവും. 11 വയസ്സ് എൻ്റെ അമ്മ മരിച്ചു പോയതാണ്. പിന്നെ അപ്പച്ചൻ ഞങ്ങളെ പൊന്നുപോലെ വളർത്തി. ഞങ്ങൾ 5 മക്കളായിരുന്നു. അതും മരിച്ചോണം അങ്ങനെ. പിന്നെ ഞങ്ങൾ 4 പേരായി. അപ്പൊ അങ്ങനെ വന്നപ്പം അടുക്കള പണിയെടുക്കാനായിട്ട് ആള് നിർത്താൻ പറ്റും അന്നത്തെ. അപ്പൊ എല്ലാ കാര്യത്തിലും ചേച്ചിനെ നേരത്തെ കെട്ടിച്ചു വിട്ടു. അപ്പൊ എനിക്കൊരു 10-16 വയസ്സ്, ഞാൻ 10ാം ക്ലാസ്സിലോട്ട് ജയിച്ചു. അന്ന് 4th ഉം 5th ഉം ഒക്കെ ഉണ്ട്, അതൊക്കെ പഠിച്ച് 10ിലോട്ട് ജയിച്ചതാ. അപ്പം വീട്ടിൽ ബുദ്ധിമുട്ടുമാണ്. അപ്പൊ പള്ളിയിലെ അച്ഛൻ വന്ന് പറയുക, വീട്ടിൽ വന്ന്, എന്റെ പണിക്കാരനെ ഇവിടെ കൊണ്ട് നിർത്തിക്കും, എന്നാൽ അവളെ പള്ളി നിർത്തരുത് കേട്ടോ. എന്നു വെച്ചാൽ എല്ലാ കാര്യത്തിനും, പാട്ടിനും പള്ളിക്കൂടത്തിനും വേദപാഠത്തിനും ഒക്കെ ആ പള്ളി അറിഞ്ഞു നിന്നതാ മോളെ. ഇപ്പോഴും ഇപ്പൊ നിങ്ങൾ ഈ വടി ശ്രദ്ധിച്ച, അമ്മച്ചിക്ക് 3-4 വടികളുണ്ട്. അത് അമ്മച്ചി ഇത് കണ്ട, ഇത് എന്തുകൊണ്ടാ ഈ വടി നടത്തുന്നറിയോ? ഇതേ കളർ വാങ്ങി അങ്ങനെ മാച്ച് തരും. വൈകുന്നേരം ഇവരൊക്കെ വരുമ്പോ കപ്പ പുഴുങ്ങിയാണെങ്കിൽ കപ്പ പുഴുങ്ങിയത് കൊണ്ടുവന്ന് വെച്ച് എല്ലാവരും ഇടയ്ക്ക് നിന്ന് കോരി തിന്നു, വെള്ളവും കുടിച്ചൊക്കെ അങ്ങനെ ഒരു സന്തോഷം. സർവ്വ വിഷയങ്ങളും അന്നേരം ചർച്ച ചെയ്യും. രാഷ്ട്രീയം ചെയ്യും, വീട്ടുകാരും. ഇപ്പൊ ഭയങ്കര തർക്കം നടക്കുമായിരുന്നു. തീർച്ചയായിട്ടും അയൽവാസികളൊക്കെ
നിങ്ങൾ എന്നെ ഭയങ്കര വഴക്കായിരുന്നു അപ്പനും മക്കളും കൂടെ കൂടി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു വഴക്കുമില്ല. പക്ഷെ ഞങ്ങള് അതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്ക് ആരുടെ മുമ്പിലും കൊച്ചാകേണ്ടി വന്നിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ ക്രിസ്മസ് ഞങ്ങള് എല്ലാരും കൂടെ എന്റെ വീട്ടിലായിരുന്നു. അത് ഞങ്ങള് പിന്നെ മധുരക്കള്ള കുടിച്ച് എന്ത് രസമാണ് നല്ല കുടുംബങ്ങൾ തമ്മിൽ ഇങ്ങനെ കഴിഞ്ഞ യോജിപ്പ്. ക്രിസ്മസിന് അമ്മച്ചി പറഞ്ഞേ, എടാ എനിക്കൊരു കുഴിമന്തി കഴിക്കണം. എന്നിട്ട് വാങ്ങിക്കൊടുത്തു. കേട്ടിട്ടുള്ളതേ ഉള്ളൂ ഈ കുഴിമന്തി വായിച്ചിട്ടുണ്ട്. അപ്പൊ അമ്മച്ചിയുടെ എനിക്കൊരു കുഴിമന്തി കഴിക്കണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ക്രിസ്മസിന് കംപ്ലീറ്റ് കുഴിമന്തി. അന്നത്തെ കൊണ്ട് ഈ സാധനം ഇനി വേണ്ട. മതിയായി. അമ്മച്ചിക്ക് ഇഷ്ടപ്പെടാനത്തെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ. അതേപോലെ ചേട്ടന് പിന്നെ ഇവിടെ അടുത്തുണ്ടോ അപ്പം കായലോ കടലൊക്കെ ചേട്ടൻ പറഞ്ഞു? ഞങ്ങളുടെ കായലാണ്. അപ്പൊ നമുക്ക് കായല് കാണാം, ഈ വീടിനകമൊക്കെ ഒന്ന് കാണാലോ. Yes. എവിടെയാണ് നമ്മൾ ആദ്യം കാണണ്ടേ? ചേച്ചിയുടെ ഒക്കെ റൂം ഇവിടെയായിരുന്നു. ഞങ്ങളുടെ റൂം ഇതായിരുന്നേ. ആ മീന്റെ മണമായിട്ട് മാറ്റി വെട്ടിയായിട്ട് വന്ന റൂം ഇതായിരുന്നു. പേപ്പർ കോഡ് വെച്ച് ഞങ്ങൾ പാട്ട് കേൾക്കണം ഇവിടെ ഇരുന്നുണ്ടായിരുന്നു റൂം. ഓക്കെ. അപ്പൊ പുതിയ രീതിയിലേക്ക് മാറ്റിയപ്പോൾ അത് മാറ്റി. ഇത് ഈ റൂം എന്ന് പറഞ്ഞാല് ചാച്ചന്റെ അമ്മച്ചിയുടെയും ചാച്ചന്റെ അപ്പനും അമ്മയും കിടന്ന റൂം തന്നെയാണ്. ഇത് അതിന്റെ ആ ഇത് നിർത്തിക്കൊണ്ട് തന്നെ ഇങ്ങനെ നമ്മള് വെച്ചു. ഓക്കെ. അപ്പൊ ഇവിടെയാണ് ഇപ്പോഴും അമ്മച്ചിയും അപ്പച്ചനും കിടക്കുന്നത്. ഓക്കെ. അവരുടെ റൂം ഇതാണ്. ഇവരെല്ലാരും ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ഇവിടെ ഇതൊക്കെ എടുത്ത് മാറ്റിട്ട് ഇവിടെ അട പുഴുങ്ങിയതും കപ്പ പുഴുങ്ങിയതും വെക്കും പറഞ്ഞിട്ട് നിന്ന് കഴിച്ചോണ്ടിരിക്കും. ഇതൊരു പിന്നെ മാറ്റിട്ട് പെങ്ങളൊക്കെ വരുമ്പോ കിടക്കുന്ന റൂമാണ്. പിന്നെ പിള്ളേർ കിടക്കുന്ന റൂമാണ്. ഓക്കെ. വേറൊരു ബെഡ്റൂം. യെസ്. ഇവിടെ ഇപ്പൊ അമ്മച്ചിയും അപ്പച്ചനും മാത്രമാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ആ താഴത്തെ റൂം മാത്രമാണ്. പിന്നെ കിച്ചൺ ഞാൻ വരുമ്പോ ഇങ്ങനത്തെ കിച്ചൺ അല്ലായിരുന്നു. അപ്പൊ ഒന്നുകൂടെ ഒക്കെ നന്നാക്കിയ കിച്ചൺ ആണിത്. ഓക്കെ. കിച്ചൺ ഇങ്ങനെ. യെസ്. ഓക്കെ. ഇവിടെയാണ് യെസ് അമ്മച്ചി അപ്പച്ചന്റെ. പിന്നെ പുറത്തിരുന്ന് അവിടെ നമ്മള് ഇരുന്ന് വർത്താനൊക്കെ പറയും. വർത്താനൊക്കെ പറഞ്ഞിട്ട് വരാന്ത ചെയ്ത്. ഓക്കെ. ഒരു വരാന്ത. ഓക്കെ. നല്ല കാറ്റുണ്ടാവോ വൈകുന്നേരം? കാറ്റുണ്ടാവും. ഇവിടെ ഇല്ല, ഞങ്ങൾ കായൽ തീരത്തേക്ക് പോകും. പിന്നെ കാറ്റ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന മേളിലാണോ? അവിടെ നമുക്ക് ഇരിക്കാൻ സ്ഥലമൊക്കെ ആണല്ലേ? ഓക്കെ. ഇവിടെ പുറത്ത് അടുപ്പൊക്കെ ഉണ്ട്. പുറത്ത് അടുപ്പൊക്കെ. മറ്റേ ചേച്ചി അമ്മച്ചിനെ സഹായിക്കാൻ ഒരാളുണ്ടല്ലോ. ഈ ഊണുമേശ അത് അന്നത്തെ തന്നെയാടാ. എന്നെ കല്യാണം കഴിച്ചിട്ട് വരുമ്പോൾ ഊണുമേശ തന്നെയാണ്. എത്ര വർഷം? 22 31 വർഷം. അല്ല 31 വർഷം അതിന് മുമ്പേ ഊണുമേശയാണ്. നമുക്ക് മേളിലേക്ക് പോകാം. ഇതൊക്കെ പുതുതായിട്ട് എടുത്തതാ മേളിലേക്കുള്ളത്. ഇതൊരു പിള്ളേരൊക്കെ വന്നിരുന്ന് കളിക്കും. എല്ലാവരും കൂടി ഇരിക്കാനുള്ള രീതി. ഇവിടുത്തെ നമ്മൾക്ക് കായലുള്ള കാരണം ഇല്ലേ, നമ്മൾ കൂടുതലും പടിഞ്ഞാറ് വശത്തേക്ക് പോകും. ഇവിടെ നമ്മൾ ഇരിക്കുന്നില്ല. ഈ സൈഡിലേക്ക് വെയിലാണ്, കാറ്റും കുറവാ. കായൽ തീരത്തേക്ക്. ഇതൊരു ബെഡ്റൂമാണ്. ഓക്കെ. ഓക്കെ. ഈ ബെഡ്റൂമിന് നല്ലൊരു വലിയൊരു ബാൽക്കണി ഉണ്ട്. അതും കൂടെ കാണാം. നമ്മള് കായലിന് ആണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതാണ്. ഇവിടുന്ന് നല്ല വ്യൂ ആയിരിക്കും അല്ലേ? അതെ അതെ അതെ. ഇവിടെ ഇരുന്ന് ഞങ്ങള് പാട്ടൊക്കെ പാടി എല്ലാരും വന്ന് വരുമ്പോ അടിച്ചു വിളിക്കും. പിന്നെന്താ നല്ലൊരു ഏരിയ. കായല് കണ്ട കൈതപ്പുഴ കായൽ. ഞങ്ങൾ വരുന്ന മറ്റേ കൈതപ്പുഴ കായലിലെ കൈതപ്പുഴ കായലില്ലേ വലിയ ഗായികയല്ലേ? അല്ല പാട്ട് വേണ്ട. നമുക്ക് ലാസ്റ്റ് ചേച്ചി കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കാം. ഓക്കെ. അപ്പൊ അതാണ് കൈതപ്പുഴ കായൽ. അവിടെയാണ്. അവിടെയാണ് ഇവിടെ പടൽ എന്ന് പറഞ്ഞ സാധനം ഇട്ടിരുന്നൊക്കെ. അവിടുന്ന് മീൻ ഇവിടെ കറിക്ക് ആവശ്യമുള്ള എല്ലാം മീൻ ഞാൻ വന്നു കഴിഞ്ഞ് കിട്ടുമായിരുന്നു. പിടിച്ചിട്ട് അവിടുന്ന് ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പിടയ്ക്കുന്ന മീനെ കറിവയ്ക്കുവാണ്. അതുകൊണ്ടല്ലേ മീൻകാരനായത്. മാത്യു പറഞ്ഞില്ലേ നമ്മുടെ ഒരു സൈഡ് മുഴുവൻ മീൻ വിൽക്കുന്ന ആ ചേച്ചിമാരുടെ ഒക്കെ വീടാണ്. ആ സ്ഥലമാണ് അതൊക്കെ. ഇവിടെയുള്ളവരെല്ലാരും മീൻ വിൽക്കുന്ന ചേച്ചിമാരാണ് ഇപ്പോഴും. ഓക്കെ. അപ്പൊ നമ്മൾ കേറിയത് ഒരു റൂം. ഇനി ഇത് ഇവിടെ ഒരു റൂം കൂടെ ഉണ്ട്. ഇങ്ങനെ നമുക്ക് ഇറങ്ങാം. ഇത് വേറൊരു ബെഡ്റൂം. അപ്പൊ ഇവിടെയൊക്കെ ഇപ്പൊ നിങ്ങളെ മക്കളെല്ലാരും കൂടെ വരുമ്പോൾ മാത്രം. ഓക്കെ. അത് വേറൊരു റൂം. യെസ്. അല്ലാത്തപ്പോ ഇവിടെയൊക്കെ പൂട്ടി തന്നെ ഇട്ടിരിക്കല്ലേ. ഇത് ഞങ്ങള് ഹോം തിയേറ്റർ ആക്കണമെന്ന് വിചാരിച്ചിട്ട് റൂമാണ്. ശരിയാണ്. ഹോം തിയേറ്ററിന് പറ്റിയ റൂമാണ്. തിയേറ്റർ ആക്കണമെന്ന് വിചാരിച്ചിട്ട് അനിയന്റെ അതാണ് ഇങ്ങനെയൊക്കെ വെച്ചിരുന്നത്. ഓക്കെ. അതാണ് പകുതി ഇതാക്കി നിർത്തിയിരിക്കുന്നു. ഇനിയും കൂടെ ചെയ്യാനുണ്ട്. അപ്പൊ അവൻ റിട്ടയർഡ് ആയിട്ട് വന്നു കഴിഞ്ഞ് ഇത് കുറച്ചുകൂടെ മനോഹരമാക്കും. ഓക്കെ. അപ്പൊ ഇതാണ് മാത്യു ചേട്ടന്റെ തറവാട് വീടിനകം. ഇനി ഇവരൊക്കെ പറയുന്ന ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ മെമ്മറീസും ഇന്നത്തെ മാത്യു ജോസഫ് എന്ന് പറഞ്ഞ ഫ്രഷ് ടു ഹോം എന്ന് പറയുന്നതിന്റെ ഓണറൊക്കെ ആക്കിയത് ആ കൈതപ്പുഴ കായലിൽ നിന്നും മീനുകൾ വാങ്ങുകയും എടുക്കുകയും മീൻ പിടിക്കാൻ പോയ ആ ഒരു ഓർമ്മകളാണ്. അപ്പൊ നമുക്ക് ഇനി കായൽ തീരത്തേക്ക് പോകാം. കൈതപ്പുഴ കായലിലെ കാറ്റിന്റെ കൈകളിലെ കളിച്ചിരി മാറാത്ത കന്നിയോളമേ
കടം നിറയെ കക്കയോ കവിതയോ നന്നായിട്ട് പാടുണ്ട് ഈ കൈതപ്പഴക്കായലിൽ എത്ര തവണ ഈ പാട്ട് പാടി നടന്നിരിക്കുന്ന ആളാണ് എന്റെ പൊന്നു ചേച്ചി. ഈ കൈതപ്പഴക്കായലും ഈ ഇതും എന്നൊക്കെ പറയുമ്പോ എന്തൊക്കെ എത്രയൊക്കെ നല്ല ഓർമ്മകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഇന്നിപ്പോ നമ്മൾ നടക്കുന്നില്ലേ, ഇവിടെ കായലായിരുന്നു ഞങ്ങള് ഞാൻ ജനിച്ച എന്റെ ഓർമ്മയൊക്കെ ഇത് കായല. ഓ, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത് അങ്ങോട്ട് കായല് എന്നിട്ട് ഗവൺമെന്റ് ഇവിടെ നമുക്കൊരു കല്ല് കെട്ടിയായിരുന്നു. ഓക്കെ. അപ്പൊ അതിനപ്പുറത്തേക്ക് ഇനി പോകാൻ പറ്റില്ല. ആ കല്ല് ഗവൺമെന്റ് കായൽ ആരും നിരത്തി എടുക്കാതിരിക്കാൻ വേണ്ടി കെട്ടിയ കല്ലുകളാണ്. ഓക്കെ. അപ്പൊ ഇവിടെ നിന്നാണോ ചേട്ടൻ കക്ക വാരുന്നതും അന്ന് പറഞ്ഞ കഥയൊക്കെ? അന്ന് ഞങ്ങള് സ്ഥിരം കക്ക വരും ഇതിനകത്ത്. ഇത് ആഴമുള്ള എത്രയുണ്ട് ഇവിടെ തന്നെ ഇപ്പൊ ആഴം എന്ന് പറയാൻ? ഇവിടെ ഇപ്പൊ ഒരാളുടെ ആഴം കാണും ഇപ്പൊ ഇവിടെ തന്നെ. ഒരാളുടെ ആഴം ചൂണ്ട വിട്ട് മീൻ പിടിക്കും എല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമല്ലേ ഇത്? അത് തന്നെയല്ല, കഴിഞ്ഞ ഒരു വെക്കേഷൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഞാൻ വീട്ടിൽ നിന്ന് ഇവര് എല്ലാവരും കൂടാൻ വേണ്ടി വന്നിട്ട് ഞാൻ നോക്കുമ്പോൾ കായലിൽ കിടന്ന് നീന്തി പോയി. ഇപ്പഴും നീന്താറുണ്ടോ? ഇത് ഫുൾ ചേട്ടൻ നീന്തിട്ടുണ്ടോ? ഞങ്ങളുടെ കോളേജ്, ഞാൻ പഠിച്ച കോളേജ് ഇവിടെ NSS കോളേജാ, തൊട്ടടുത്തല്ലേ. ആ കോളേജിന്റെ കട വന്നത് ഇവിടെയാ. അപ്പൊ ഞങ്ങളുടെ കോളേജിലെ നീന്തൽ മത്സരം എന്ന് പറഞ്ഞാൽ അങ്ങേ കരയെ കൊണ്ട് നിർത്തും. അവിടുന്ന് ചാടിക്കണം, ഇവിടെ വന്ന് ആദ്യം കയറണം ഫസ്റ്റ്, രണ്ടാമത് കയറണം സെക്കൻഡ്, അത്രയേ ഉള്ളൂ. അപ്പൊ ചേട്ടൻ എന്നിട്ട് പോയിട്ടുണ്ടോ? പിന്നില്ലേ. ആ ചേച്ചി കണ്ടിട്ടുണ്ട് ചേട്ടനാ. അപ്പൊ ഒറ്റ സ്ട്രെച്ചിൽ ഇവിടെ നിന്ന് അങ്ങേയറ്റം പോയിട്ട് അവിടെ ഇങ്ങോട്ട് വരുമോ? അങ്ങനെ വരുന്നില്ല, പറ്റില്ല, അങ്ങനെ പറ്റില്ല. ഇതുവരെ ചെയ്തിട്ടില്ല. ഇത് അങ്ങേറ്റ് അക്കരെ നിക്കരെ വന്നിട്ടുണ്ട് പല പ്രാവശ്യം. ഇപ്പോഴും ചെയ്യാറുണ്ട്. കോളേജ് മത്സരം ഞങ്ങളുടെ കോളേജില്. ചേച്ചിക്ക് കായലിനെ കുറിച്ച് പറയുമ്പോ ഏറ്റവും ആദ്യത്തെ ഓർമ്മ എന്തായിരിക്കും? എനിക്കൊരു പേടിയുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങള് അമ്മച്ചി വീട് വയലാറാണ്. അപ്പൊ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരണത് ജോയിച്ചാൻ അന്നേരം അവിടെ നിന്ന് ഓഫീസിലേക്ക് പോയി ഞാനും ജോയിച്ചാന്റെ പെങ്ങളുണ്ട്. അപ്പൊ ഞങ്ങളൊരു വള്ളത്തിൽ കയറി, വലിയ വള്ളത്തിൽ കയറി പോകണമെന്നൊക്കെ ജോയിച്ചാൻ പറഞ്ഞെങ്കിൽ എനിക്ക് മനസ്സിലായില്ല വലിയ വെള്ളം ഏതാണ് ചെറിയ വെള്ളം ഏതാന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. ഒരു വള്ളത്തെ അവള് കയറി, അവള് നല്ല കൂളായിട്ട് കയറിയിരുന്നു. ഞാനങ്ങ് കാലെടുത്ത് നോക്കിയും വള്ളം അങ്ങ് പോയി, ഞാൻ വെള്ളത്തിൽ അപ്പൊ വെള്ളം പോയിട്ട് നേരെ ഞാൻ താന്നു പോയിട്ട് ഞാൻ കണ്ണൂർന്നപ്പോ എന്റെ കല്യാണത്തെ ചെരുപ്പൊക്കെ വെള്ളത്തിൽ പോണു, ഒഴുകി പോണു. ചേച്ചിക്ക് നീന്തൽ അറിയായിരുന്നോ? ഒന്നും അറിയത്തില്ല, വെള്ളവും കണ്ടിട്ടില്ല വള്ളവും കണ്ടിട്ടില്ല. എന്നിട്ട് എങ്ങനെ തൊട്ടടുത്ത വീടില്ലേ, ആ വീട് ഞങ്ങൾ അറിയുന്ന വീട്ടുകാരെ. ഇവിടെ അതൊരു കടത്തായിരുന്നു പണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ആൾക്കാർ അക്കരെ പോകുന്നത് വള്ളത്തെ കടത്താണ്. അപ്പൊ കടത്തുകാരന് പൈസ കൊടുത്തു, അങ്ങനെ സ്ഥിരം കടത്തായിരുന്നു ഇവിടെ. അപ്പൊ ആ കടത്തുകൊണ്ട് അടുപ്പിക്കുന്ന വീട് ഞങ്ങൾക്ക് എല്ലാം സുപരിചിതരാണ്. കാരണം ഞങ്ങൾ എന്നും അമ്മച്ചിയുടെ വീട്ടിൽ പോണത് ഇതിലാണ്. അവിടെ ചെന്ന് വന്നിട്ടാണ് പിന്നെ അങ്ങോട്ട് നടന്നു പോണത്. പേടി. ഞാനിവിടെ വരുമ്പോ ഈ നാട് മുഴുവൻ അറിഞ്ഞു, അയ്യോ പുതിയ പുത്തൻ പെണ്ണ് വെള്ളത്തിൽ. എന്നിട്ട് ചേച്ചി നീന്തൽ പഠിച്ചോ? അയ്യോ പഠിച്ചില്ല. വെള്ളം പേടിയാണോ? അപ്പൊ ഇപ്പൊ മാത്യു ചേട്ടനും മക്കൾക്കും അറിയായിരിക്കും. അപ്പൊ അവര് സ്വിം ചെയ്യുന്നതൊക്കെ കണ്ടോണ്ടിരിക്കും. ഓക്കെ. വേറെ എന്തായിരിക്കും ചേട്ടാ ഈ ഒരു കക്ക വാരുന്നത്? നല്ലൊരു ഓർമ്മയാണ്, ഇപ്പോഴും നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കക്ക വരുന്നില്ല കേട്ടോ, ഇപ്പൊ കക്ക വരുന്നില്ല. അന്നൊക്കെ ഞങ്ങൾ സ്ഥിരം കക്ക വരുമായിരുന്നു. ഓക്കെ. പിന്നെയുള്ള ഞങ്ങൾ 3 ആമ്പിള്ളേരല്ലേ, ഞങ്ങൾ ഇവിടുന്ന് എടുത്ത് ചാടും. ഞങ്ങൾ മാത്രമല്ല, അയൽവാസി ചേട്ടൻ എല്ലാവരും ഉണ്ടാവും. ഞങ്ങളെല്ലാം കൂടി ചാടും. ചാടി കുറെയൊക്കെ ഞങ്ങളങ്ങ് പോവല്ലേ. അപ്പൊ ഇവിടെ അമ്മച്ചി വാദിക്കുക നോക്കുമ്പോൾ ഞങ്ങളെ തല മാത്രമേ കാണുള്ളൂ. അങ്ങ് കുറച്ചുകൂടി തലയും കാണിയല്ല. അപ്പൊ അമ്മച്ചി ഇവിടെ കരച്ചിലാണ്. എത്രയായാലും വെള്ളം എന്ന് പറയുമ്പോ അതൊരു പേടി തന്നെയാണ് അല്ലേ? ശരിക്കും അത് നമ്മൾ വേറെ നാട്ടിൽ നിന്ന് വന്നവർക്ക് ഭയങ്കര പ്രത്യേകിച്ച് പേടിയായിരിക്കും. അപ്പൊ ഈ ഞാൻ എപ്പോഴും പറഞ്ഞ ഇതാണ്, ഈ കൈതപ്പുഴ കായലിന്റെ കാര്യം. അങ്ങേക്കറിയാം, അവിടെ കാണുന്നതിന്റെ അപ്പുറത്താണ് വയലാർ രാമവർമ്മയുടെ വീട്. അതിന്റെ കുറച്ച് അങ്ങോട്ട് മാറിയിട്ടാണ് വയലാർ രാമവർമ്മയുടെ. അപ്പൊ അതാണ് ഞാൻ എപ്പോഴും അദ്ദേഹം ഈ കൈതപ്പുഴ കായൽ നോക്കിയപ്പോ ഓളങ്ങളെയാണ് കണ്ടത്. അതുകൊണ്ടാണ് അദ്ദേഹം പാട്ട് എഴുതി. ഞാൻ ഈ കായൽ നോക്കിയപ്പോ കണ്ടത് നമ്മൾ തന്നെയാണ് നമ്മൾ ആ പടലൊക്കെ ഇട്ട് മീൻ പിടിക്കുമ്പോ ഒക്കെ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ മീനും കായലും എല്ലാം വന്നുകൊണ്ട് നമ്മൾ ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഒരു സെഗ്മെന്റിലൂടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ ചേട്ടന്റെ അടുത്ത് കുറച്ച് മീനുകളുടെ പേര് പറയും. ആദ്യം ഓരോരോ മീൻ വെച്ചു. അപ്പൊ അതില് ചേട്ടൻ ഇഷ്ടപ്പെട്ട മീൻ ഏതാന്ന് പറയണം. അപ്പൊ നെയ്മീനും കൊഞ്ചും അതിലെ കൂടുതൽ ഇഷ്ടം ഏതാ? നെയ്മീൻ. ഓക്കെ. അങ്ങനെയാണ് നെയ്മീനും കരിമീനും. കരിമീനും ആവോലി. കരിമീൻ. ഓക്കെ. കരിമീൻ ചൂര. കരിമീൻ അയല. കരിമീൻ ചാള. അതെല്ലാവർക്കും ചാള തന്നെയാണ് കൂടുതൽ ഇഷ്ടം. മത്തി വന്നാൽ പെട്ടെന്ന് തീർന്നു പോകും. കുറച്ച് അരക്കിലെങ്കിലും എടുത്ത് മാറ്റിയാലേ എനിക്ക് പോലും കിട്ടുള്ളൂ. അപ്പൊ കാശ്മീരിൽ നിന്നൊക്കെ പുറത്തുനിന്ന് ഇനിയിപ്പോ പുതിയതായിട്ട് ഇന്റർനാഷണൽ പോകുന്ന ട്രിപ്പ് പോണത് തന്നെ ബാങ്കോക്കിൽ നിന്നും അതേപോലെ മലേഷ്യയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നും ഒക്കെ. ഇനി അവിടെ നിന്നുള്ള മത്സ്യങ്ങൾ, അവിടെ നിന്നുള്ള മീനുകൾ നമ്മുടെ ഇങ്ങോട്ട് അവര് ഇമ്പോർട്ട് ചെയ്യാൻ പോണു. എന്നിട്ട് അത് നമ്മുടെ ഇവിടെ മാർക്കറ്റിലേക്ക് ഇനി ചെയ്യാൻ പോണേ. ഇപ്പൊ നിലവിലെ കാശ്മീരിൽ നിന്നും അവിടെ മാത്രം ഉണ്ടാകുന്ന ഒരു സ്പെഷ്യൽ, അതിന്റെ പേരെന്താ ചേട്ടാ? ഹിമാലയൻ ട്രൗട്ട്. ഓക്കെ. അപ്പൊ ആ ട്രൗട്ട് എന്ന് പറയുന്ന ഫിഷ് ഇവരിപ്പോ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ എത്ര ഇമ്പോർട്ടന്റ് ഫിഷ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ചാളയുടെ ടേസ്റ്റ് അതൊന്നും വേറെ തന്നെ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ, അതിനേക്കാൾ ഇഷ്ടപ്പെട്ട മീൻ, അതും ഞാൻ മുമ്പ് കരിമീൻ എല്ലാം പറഞ്ഞെന്നറിയാം. ഒരു പക്ഷെ ഞാൻ ഈ കായലിന്റെ തീരത്ത് ജനിച്ചുകൊണ്ടായിരിക്കും കായൽ മീനുകളോട് എനിക്ക് ഇഷ്ടം കൂടുതലാണ്.
ഏറ്റവും ഇഷ്ടം ഇവിടെ എലച്ചിൽ എന്നൊരു മീനുണ്ട്, എലച്ചിൽ. അതും കായൽ മീനാ? അത് കായൽ മീൻ. അത് നമ്മുടെ വേറൊരു version. മാന്തലില്ലേ, കടലിലെ മാന്തലിന്റെ കായലിലെ വെർഷനാണ്. ഓ ചെറിയ കണ്ണം കുറഞ്ഞ മീന്. എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ്. ഓക്കേ, അപ്പൊ അങ്ങനെ ചേട്ടന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും രസങ്ങളും തമാശകളും എല്ലാം ചേർന്ന് നല്ലൊരു ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡാണ് ഞങ്ങൾ ലൈഫ് ടി വി പ്രേക്ഷകർക്ക് ഇപ്പോൾ സമ്മാനിച്ചിരിക്കുന്നത്. ഈ ഒരു വർഷത്തെ ക്രിസ്മസ് അത് അവിടെ കറക്റ്റ് പടക്കം അതെ, ആഘോഷമായി. എന്നാലും ഒരു ക്രിസ്മസ് ദിന സന്ദേശം എന്താണ് ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള രീതിയിലും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി എന്നുള്ള രീതിയിലും ചേട്ടൻ നമ്മുടെ ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളത്? നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ സമൂഹത്തിലേക്ക് നോക്കുമ്പോഴേ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നൊരു കാര്യമുണ്ട്. എല്ലാവരും എല്ലാത്തിനും ജാതിയും മതവും അല്ലേ, അല്ലെങ്കിൽ രാഷ്ട്രീയമൊക്കെ കൂടിക്കലർത്തി മനുഷ്യനാകുന്നവരുടെ എണ്ണം വളരെ കുറവാന്ന് തോന്നുന്നു. അതിനെ ഒന്ന് മാറ്റിയിട്ട് അടുത്ത തലമുറ എനിക്ക് തോന്നുന്നു കുറേ കൂടിയൊക്കെ മാറിയിട്ടുണ്ട്. ഈ ജാതിക്കും മതത്തിനും ഇതിനത്തിനും രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് മനുഷ്യനായിരിക്കണം. അങ്ങനെ മനുഷ്യനായിരിക്കുമ്പോഴാണ് നമ്മൾ പരസ്പരം സഹായിക്കാൻ തോന്നും അല്ലേ. ഇന്നിപ്പോൾ നമ്മൾ ഒരാളൊരു സഹായം ചോദിച്ചാൽ പറഞ്ഞാൽ അവൻ ഏത് രാഷ്ട്രീയക്കാരാണ്, അവൻ ഏത് മതമാണ്, ഏത് ജാതിയാന്നൊക്കെ നോക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ മാറി. എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് നാളായിട്ട് പുറകോട്ട് നടക്കുകയാണ് ഈ കാര്യങ്ങളിലൊക്കെ. അതുകൊണ്ട് ഇനിയും നമ്മൾ അതൊക്കെ മാറിയിട്ട് പരസ്പരം സഹായിച്ചാൽ മാത്രമേ ഒരു ബിസിനസ്സുകാരനാകാനും പറ്റൂ. കുടുംബങ്ങൾ എപ്പോഴും ആ ബിസിനസ്സുകാരൻ്റെ കൂടെ ഉണ്ടാവണം. ഒരു ബിസിനസ്സുകാരൻ വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവന് ഉറപ്പായും ആ കുടുംബത്തിൻ്റെ പൂർണ്ണമായ പിന്തുണ വേണം. അതുകൊണ്ട് ഒരു ബിസിനസ്സിൽ ഇറങ്ങുന്ന ആ വീട്ടുകാരുടെ ആരെങ്കിലും നിങ്ങളുടെ മക്കൾ ഇറങ്ങിയാൽ നിങ്ങൾ അവനെ അന്ധമായി പിന്താങ്ങണം. ചിലപ്പോൾ അവൻ ചെയ്യുന്നതിൽ തെറ്റൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും ചെയ്താലേ തെറ്റുള്ളൂ, ചെയ്യാത്തവന് തെറ്റുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അന്ധമായി നിങ്ങൾ പിന്താങ്ങണം. അവന് ഒത്തിരി വിഷമങ്ങളുണ്ട്, അവന് പറയാൻ പറ്റാത്ത ടെൻഷനുകളുണ്ട്, അതെല്ലാം സഹിച്ചാണ് അവൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവനെ നമ്മളിങ്ങനെ പിന്താങ്ങിയാൽ പറ്റും. ഈ വൈഫും അല്ലെ മക്കളും അല്ലെ വീട്ടിലെ അച്ഛനും അമ്മയും എല്ലാവരും അവൻ്റെ കൂടെ നിന്നാൽ അവനെ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്ന് മാത്രമേ വലിയ ബിസിനസ്സുകാരുണ്ടാവൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അത് ചേട്ടന്റെ അനുഭവത്തിൽ നിന്നും പറഞ്ഞിരിക്കുന്നതാണ്. അതിനൊക്കെ നമ്മൾ കണ്ടതാണ്. ലില്ലമ്മ ചേച്ചി എത്രത്തോളം അതിനുവേണ്ടി സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു, ഇപ്പോഴും നിൽക്കുന്നുണ്ടെന്നുള്ളതെല്ലാം. അപ്പൊ എന്തായാലും എല്ലാവർക്കും എന്താ പറയാ, കണ്ടാലും മതി വരാത്ത, കണ്ടാൽ കൊതി തോന്നുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഇവരുടെ രണ്ടുപേരുടെയും. ഇനിയും വർഷങ്ങളോളം ഇവര് രണ്ടുപേരും ഇതുപോലെ സ്നേഹിച്ച് ഇപ്പോഴും മതിയായിട്ടില്ല. ഇനിയും ഒരുപാട് സ്നേഹിച്ച് ഇവർ നല്ല രീതിയിൽ ഒരുപാട് വർഷങ്ങൾ നല്ല ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ ആയിട്ട് പോട്ടെ എന്ന് നമ്മളും ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് രണ്ടുപേർക്കും. ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.